ഇപ്പോൾ ജനങ്ങൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നു. ഇത്ര അധികം ആൾക്കാർ വോട്ട് ചെയ്യുന്നു. അവർ സർക്കാരിനെ തോൽപ്പിക്കണം എന്ന ഉദ്ദേശത്തോടെ വന്നവരാണ് എന്ന് പറയുന്നത് പോലെ തന്നെ സർക്കാരിനെ നിലനിർത്തണം എന്ന ആഗ്രഹത്തോടെയും വരാമല്ലോ. വനിതകൾ വലിയ തോതിൽ വോട്ട് ചെയ്തു. വനിതകൾ വോട്ട് ചെയ്യുമ്പോൾ നോക്കൂ, സർക്കാരിൻ്റെ ക്ഷേമ പദ്ധതികളുടെ വലിയ തോതിലുള്ള ഗുണഭോക്താക്കൾ വനിതകളാണ്. അപ്പോൾ ഈ സർക്കാരിനെ നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്നവരിൽ വലിയ വിഭാഗം ആൾക്കാർ സ്വാഭാവികമായിട്ടും വനിതകളായിരിക്കുമല്ലോ. വനിതകൾ വന്ന് വോട്ട് ചെയ്യുന്നതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ഈ സർക്കാർ KB ഗണേഷ് കുമാർ ഏതോ ഒരു സ്ത്രീ കേസിൽ പിടിക്കപ്പെട്ടു എങ്കിൽ തോൽപ്പിക്കണം എന്ന മട്ടിൽ വനിതകൾ വന്നു എന്ന് വേണേൽ ഇപ്പോൾ കരുതാം. അതല്ല, ക്ഷേമ പെൻഷൻ നിലനിൽക്കാൻ, സർക്കാരിൻ്റെ ക്ഷേമ പരിപാടികൾ, വികസന പരിപാടികൾ നിലനിൽക്കാൻ ഞങ്ങളിതാ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ നിലനിൽപ്പിന് വേണ്ടി കേരളം പോരാടുമെന്നുള്ള പ്രകടനപത്രയ്ക്ക് വേണ്ടി വോട്ട് ചെയ്യാൻ, രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി വോട്ട് ചെയ്യാൻ എന്നൊക്കെ വേണമെങ്കിലും വിചാരിക്കാമല്ലോ. അതുകൊണ്ട് സ്ത്രീകൾ വന്നത് മൊത്തം UDF അനുകൂലമാണ് എന്ന് വിവക്ഷിക്കുന്നതിൽ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് അപ്പുറത്തും ഇപ്പുറത്തും ഫാക്ടേഴ്സ് നിറഞ്ഞു കിടക്കുകയാണ്. രണ്ടുപേർക്കും ആത്മവിശ്വാസം കൊള്ളാൻ കഴിയും വിധത്തിൽ. പിന്നെ ഇന്നിപ്പോൾ വരുന്ന CPIMൻ്റെ റിപ്പോർട്ട്സ്, ഇപ്പം നേരത്തെ സാജു പറഞ്ഞല്ലോ, കോൺഗ്രസിന് അങ്ങനെ ബൂത്ത് തലത്തിൽ കണക്കെടുത്തിട്ട് കണക്ക് കൂട്ടി എടുക്കാൻ തന്നെ സമയമെടുക്കും. ഒന്നാമത് സംവിധാനമില്ല, രണ്ടാമത് ഇനിയിപ്പോൾ കണക്ക് കൂട്ടാൻ തന്നെ സമയമെടുക്കും. CPIMന് കൃത്യമായിട്ടുള്ള അതിനുള്ള മെക്കാനിസം ഉണ്ട്. അത് വെച്ചിട്ട് ഇപ്പോൾ അവർ ചില സ്ഥലങ്ങളിലൊക്കെ പിന്നിൽ പോകുന്നു, നാരോ എഡ്ജിലാണ് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നതൊക്കെ പറയുന്നു. ഇപ്പോൾ കളമശ്ശേരിയുടെ കഥ കേൾക്കുന്നു, അവിടെ P രാജീവ് ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നതാണ് എന്ന് കേൾക്കുന്നു. അതിൽ ശരിയുണ്ടെങ്കിൽ UDFൻ്റെ ആത്മവിശ്വാസത്തിന് അടിത്തറയുണ്ട്. P രാജീവിനെ പോലെ ഒരാൾ, അദ്ദേഹം മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയായിരുന്നു. പിണറായി വിജയൻ കഴിഞ്ഞാൽ പിന്നെ CPMൽ ആര് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം തേടുമ്പോൾ നമ്മൾ ഒന്നാമതോ രണ്ടാമതോ കാണുന്ന ആൾ, അദ്ദേഹത്തെപ്പോലെ ഒരു പെർഫോമറായിരുന്ന മന്ത്രി തോറ്റുപോകുമെന്നാണ് കളമശ്ശേരിയുടെ ജനവിധിയെങ്കിൽ സർക്കാർ വലിയ വീഴ്ച വീഴാൻ പോകണം എന്നാണ് എൻ്റെ അർത്ഥം. അപ്പോൾ എന്താണ് ഇന്ന് കാത്തിരിക്കുന്നത് കാണണം എന്ന് എനിക്ക് തോന്നുന്നു. അതിനകത്തൊരു കാര്യമുണ്ട്. ഇപ്പോൾ വികസനത്തിൻ്റെ ഞാൻ രണ്ട് വശമാണ് പറഞ്ഞു കേട്ടോ, ഒരു പോയിൻ്റ് പറയല്ല, ഒരു പോയിൻ്റ് പറയേണ്ടി ഇല്ലാത്തതുകൊണ്ടാണ്, ഒരു സൈഡ് മാത്രം പറയില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ വികസനത്തിൻ്റെ തുടർച്ചയ്ക്ക് വേണ്ടി ആളുകൾ വോട്ട് ചെയ്യുമെന്ന് ചോദിച്ചാൽ അതൊരു സങ്കീർണമായ ചോദ്യമാണ്. കാരണം കഴിഞ്ഞ 10 വർഷത്തെ വികസനം നിലനിർത്താൻ നമ്മൾ വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ 10 വർഷത്തിന് മുമ്പ് മറ്റേതെങ്കിലും ഒരു നോർത്ത് ഇന്ത്യൻ സംസ്ഥാനത്ത് ഇതുപോലെ ഒരു ജംഗിൾ രാജൊന്നും അല്ല കേരളത്തിലുണ്ടായിരുന്നു. കേരളം അതിൻ്റെ ഒരു 10-60 വർഷത്തെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ അത് മുന്നോട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. എല്ലാ കാലത്തും അതത് കാലത്തിൻ്റെതായ സൗകര്യങ്ങൾ നാം മലയാളി അനുഭവിച്ചിട്ടുണ്ട്. സാമൂഹ്യ ക്ഷേമ മേഖലയിൽ, ആരോഗ്യ മേഖലയിൽ, വിദ്യാഭ്യാസ രംഗത്തെല്ലാം നമ്മൾ മുന്നോട്ട് തന്നെ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ സർക്കാർ പറയുന്നത് ഞങ്ങളുടെ 10 വർഷക്കാലത്തിന് മുമ്പ് മൊത്തം ഇവിടെ ഇരുട്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അത് ആൾക്കാർ എടുക്കില്ല. കാരണം 10 വർഷം മുമ്പും നമുക്ക് നല്ല സർക്കാരുണ്ടായിരുന്നു, സർക്കാരിന് പാളിച്ചകളുണ്ടായിരുന്നു. അപ്പം നോൺ ലെഫ്റ്റ് സർക്കാരിലുണ്ടായപ്പോൾ ആ സർക്കാരുകൾ നന്നായി പ്രവർത്തിക്കാൻ ലെഫ്റ്റിൻ്റെ ഒരു ഫോഴ്സും പ്രധാന ഘടകമായി പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ആളുകൾക്ക് ഈ 10 വർഷം കൊണ്ടാണല്ലോ കേരളം ഉണ്ടായത്, അതിന് മുമ്പുള്ള ഇരുണ്ട കാലത്തേക്ക് തിരിച്ചു പോകേണ്ടി വരില്ല, അതാണ് സീരിയസ് കൺസേൺ അല്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇവർ മാറിയാലും കേരളത്തിന് ഒരു പരിധിയിൽ കഴിഞ്ഞ് താഴേക്ക് പോകാൻ പറ്റില്ല. അത് കേരളത്തിൻ്റെ ഒരു സാമൂഹ്യ ജാഗ്രത, നാം കൊണ്ടു നടക്കുന്ന നമ്മുടെ ലിറ്ററസി, നമ്മുടെ സാമൂഹ്യ ബോധം എന്നിവയെ മുൻനിർത്തിക്കൊണ്ട് അതിൻ്റെ റെപ്രസെൻറ്റേഷനാണ് ഓരോ ഗവൺമെൻറ്റും. അതത് ഗവൺമെൻറ്റുകളിൽ അഴിമതി ആരോപണമോ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ ഇഷ്യൂ ഒക്കെ വന്നാൽ തന്നെയും കമ്പാരിറ്റീവ്ലി കേരളത്തിലെ ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളെക്കാളും ബെറ്ററായിട്ട് പെർഫോം ചെയ്തിട്ടുള്ള സർക്കാരാണ് നമ്മുടെ. അതുകൊണ്ട് ഈ സർക്കാരിൻ്റെ വികസന തുടർച്ച ആളുകളുടെ ഒരു സീരിയസ് കൺസേൺ ആയിട്ട് വരും. മാസീവായ ആളുകൾ വന്നിട്ട് ഈ വികസന തുടർച്ചയ്ക്ക് വേണ്ടി വോട്ട് ചെയ്യുമോ എന്ന് ചോദിച്ചാലും എനിക്കതിനകത്ത് കൺഫ്യൂഷനുണ്ട്. സോ അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ എന്തും സംഭവിക്കാമെന്നാണ് ഞാൻ പറയുന്നത്. UDFൻ്റെ സമ്പൂർണ്ണമായ വിജയം ഉറപ്പാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നു. രണ്ടാമത് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം, ഇതെല്ലാം അവിടെ നിൽക്കുമ്പോൾ തന്നെ നേരത്തെ അവസാനം സാജു പറഞ്ഞ BJPയുടെ വോട്ടുകൾ. രാജീവ് ചന്ദ്രശേഖർ പറയുന്നു UDF 60 കടക്കാൻ പോകുന്നില്ല. അതിന് രാജീവ് ചന്ദ്രശേഖർ വന്ന് UDF 60 കടക്കില്ല എന്ന് പറയുന്നത്, അതിന് അവർക്കൊരു പ്ലാൻ ഉണ്ടെന്ന് കൂടി നമ്മൾ അർത്ഥമാക്കണ്ടേ? യെസ്, അതാണ്. അപ്പോൾ അവർ കാണേണ്ടത് അവർക്ക് നിയമം, അവർക്ക് കഴക്കൂട്ടം, അവർക്ക് ചാത്തന്നൂർ, അവർക്ക് പാലക്കാട്, ഇതൊക്കെ കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള സ്ഥലം അവർ വിട്ടു എന്നുള്ള സൂചനയായിരുന്നല്ലോ. ഏതോ 20-20-ക്കോ 50-50ക്കോ അവർ കൊടുത്തു. VD ജയസനോട് മത്സരിക്കാൻ പറഞ്ഞു, ഏതോ യൂട്യൂബർമാരോടൊക്കെ മത്സരിക്കാൻ പറഞ്ഞു. പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ കയ്പമംഗലത്തും കൊടുങ്ങല്ലൂരിലും തൃപ്പൂണിത്തുറയിലും ഒക്കെ. അതിൻ്റെ അർത്ഥം എന്താണ്? ഞങ്ങൾ ആ സീൻ വിടുകയാണ്. അപ്പോൾ കേരളത്തിലെ പ്രധാനപ്പെട്ട RSSകാർ, അങ്ങനെ പ്രോ RSS സൈദ്ധാന്തികരൊക്കെ തോൽപ്പിക്കണം UDFനെ എന്നെഴുതി. TP സെൻകുമാറിനെ പോലുള്ള വിഷജീവികൾ മുഴുവൻ ഇറങ്ങി വന്നിട്ട് എവിടെ പറവൂരിൽ BJP സ്ഥാനാർത്ഥി നിർത്താൻ പാടില്ല, എന്നിട്ട് ലെഫ്റ്റിനെ വിജയിപ്പിക്കണമെന്ന് പറഞ്ഞു. അതിൻ്റെ അർത്ഥം UDF തോക്കണം. UDF ഒരു മുസ്ലിം ലീഗ് മുന്നണിയാണ്. അത് ജയിച്ചാൽ ചിലപ്പോൾ കുഞ്ഞാലിക്കുട്ടി ഉപമുഖ്യമന്ത്രിയാവും. ജമാഅത്തെ ഇസ്ലാമിയോട് അസ്പർശ്യത വേണ്ട എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള VD സതീശനാണ് അതിൻ്റെ തലപ്പത്തിരിക്കുന്നത്. തോപ്പിക്കണം. പല കാര്യങ്ങൾ അതിനകത്തുണ്ട്. ഇപ്പം കേന്ദ്ര BJP നോക്കിയാൽ നമ്മൾ നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ കേരളത്തിൽ കോൺഗ്രസ് ജയിച്ചാൽ കോൺഗ്രസ് ദേശീയ തലത്തിൽ എക്സ്പാൻഡ് ചെയ്യപ്പെടുകയാണ്.
ഒരു സംസ്ഥാനത്തുകൂടി കോൺഗ്രസ് വരുന്നു, അത് അമിത്ഷായ്ക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമായിരിക്കില്ലല്ലോ. ഒരു സംസ്ഥാനത്തുകൂടി കോൺഗ്രസ് വന്നാൽ അവിടെ എന്ത് കൂടാൻ പോവാണ്, അവിടെ രാജ്യസഭ MP കൂടാൻ പോവാണ്. എന്ന് മാത്രമല്ല, കോൺഗ്രസിന് ദേശീയ തലത്തിൽ പ്രവർത്തിക്കാനുള്ള ഫണ്ട് കിട്ടുന്ന സംസ്ഥാനങ്ങളുടെ എണ്ണം കൊടുത്തു. തെലങ്കാനയിൽ നിന്ന് കിട്ടുന്നു, കേരളത്തിൽ നിന്ന് കിട്ടും. അപ്പോൾ ഇത് ഇല്ലാതാക്കാനാണ് അമിത്ഷാ ശ്രമിക്കുന്നത്. അവിടെ നിലവിലൊരു ലോക്കൽ പാർട്ടി സ്വഭാവത്തിലേക്ക് പരിണമിച്ചിട്ടുള്ള CPM ഭരിച്ചോട്ടെ, CPM-നെ എപ്പം വേണമെങ്കിലും മുറുക്കാനുള്ള സംഗതികൾ അവരുടെ കയ്യിൽ ഉണ്ട് തന്നെ. അപ്പോൾ അവരാഗ്രഹിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയത്തിൻ്റെ ഒരു എക്സ്പാൻഷൻ ഇല്ലാതാക്കുക എന്നുള്ളതായിരിക്കും. എന്ന് മാത്രമല്ല, രാജ്യത്തെല്ലായിടത്തും കോൺഗ്രസ് തകർന്നിടത്താണ് ആര് വന്നിട്ടുള്ളത്, BJP ഉയർന്നു വന്നിട്ടുള്ളത്. സോ അങ്ങനൊരു ഗ്രേറ്റർ പ്ലാൻ ദേശീയ നേതൃത്വത്തിനുണ്ടാവും. ഇവിടെയും ആൾക്കാർ കാണുന്നത്, ഇവിടെ UDF ജയിച്ചാൽ UDF-നകത്ത് മുസ്ലിം കക്ഷികൾക്ക് കൂടുതൽ സ്വാധീനം കിട്ടും. അപ്പോൾ UP-യിൽ യോഗി ആദിത്യനാഥ് പ്രസംഗിക്കുന്നത് എന്താണ്, ഇത് നമ്മൾ 80-20 പോരാട്ടമാണ്, ഞങ്ങൾ 80% വേണ്ടി, നിങ്ങൾ 20%, അവർ 20% വേണ്ടി. ഇല്ലെങ്കിൽ ജയിച്ചിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും, ഇവിടെ ജയിച്ചിട്ടില്ലെങ്കിൽ ഇത് കേരളമായി പോകും, അല്ലെങ്കിൽ കശ്മീരായി പോകും. കേരളത്തിൽ ആയി പോകുമെന്ന് പറഞ്ഞതിന് കാരണം എന്താണ്, കേരളത്തിൽ മുസ്ലിം വോയിസിന് കുറച്ചുകൂടി പ്രോമിനൻസ് ഉണ്ട്. അപ്പോൾ മുസ്ലിം വോയിസിന് പ്രോമിനൻസ് കിട്ടുന്ന, മുസ്ലിം രാഷ്ട്രീയത്തിന് പ്രോമിനൻസ് കിട്ടുന്ന, എന്ന് മാത്രമല്ല മുസ്ലിം മേഖലയിലുള്ള ആൾക്കാർ RSS വൽക്കരണത്തിൻ്റെ പേര് പറഞ്ഞ് CPM-നെ എതിർത്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ CPM തന്നെ ജയിക്കട്ടെ എന്ന തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോയി വോട്ടുകൾ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ, അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ തെരഞ്ഞെടുപ്പിൽ വികസനമാണോ, ഈ തെരഞ്ഞെടുപ്പിൽ വേറെ തരത്തിലുള്ള വാഗ്ദാനങ്ങളാണെന്ന് ചോദിച്ചാൽ അല്ല, ഈ തെരഞ്ഞെടുപ്പ് സങ്കീർണമാകുന്നുണ്ടെങ്കിൽ ആ സങ്കീർണത നിർണ്ണയിക്കുന്ന ഏക ഘടകം എന്ന് പറയുന്നത് ഈ പറഞ്ഞ സോഫ്റ്റ് ഹിന്ദുത്വ വോട്ടുകൾ എന്ന് പറയുന്ന സംഗതി, RSS വോട്ടുകൾ എവിടേക്ക് പോയി എന്നുള്ളതാണ്. അത് UDF-നെ സംബന്ധിച്ച് പ്രതിരോധിക്കാൻ കഴിയാത്ത ഒരു മൂവായിരിക്കും. അവിടെയാണ്, അത് അറിയാവുന്നതാണ് അവർ ആദ്യത്തെ 6 ദിവസം അതിൽ മാത്രം കിടന്ന് പിടിച്ചത്. സോ അത് നിർണ്ണയിക്കാൻ പോകുന്നുണ്ട് എങ്കിൽ ഈ കാണുന്നൊന്നും ആയിരിക്കില്ല കളിയെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും സാധ്യതകളെ വെച്ചുകൊണ്ടാണ് ഞാൻ എൻ്റെ അഭിപ്രായം, എൻ്റെ ടേക്ക് ഈ എപ്പിസോഡിൽ പറയുന്നത്. യെസ്, എന്തായാലും മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ നടക്കുന്ന UDF-കാരോട് മെയ് 4 വരെ ഒന്ന് കാത്തിരിക്കാനാണ് പറയാനുള്ളത്. പക്ഷേ ഇതിനിടയ്ക്ക് ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞത് തുടർച്ചയായി പറഞ്ഞു കേട്ടോ, മുഖ്യമന്ത്രി പിണറായി വിജയനെ നമുക്ക് മാറ്റി നിർത്താമായിരുന്നു, ആ മുഖം തിരിച്ചടിയായി എന്ന് സിദ്ധാന്തം എഴുതുന്ന ആൾക്കാർ എഴുതി തുടങ്ങിയിരിക്കുന്നു. അതെ അതെ, പിണറായി വിജയൻ്റെ മുഖം മാത്രം വെച്ചത് പിണറായി വിരുദ്ധത എന്ന് പറയുന്ന സംഗതി കേരളത്തിലുള്ളതാണ്, വസ്തുതയാണത്. പിണറായി വിജയനോടുള്ള ഒരു മടുപ്പ്, പിണറായി ഒന്നാം പ്രായമായി, രണ്ടാം അദ്ദേഹം പലപ്പോഴും കാണിക്കുന്ന ഈ അതിര് കവിഞ്ഞ അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങൾ എന്ന് പറയുന്ന സംഗതി ആളുകൾക്ക് അത്ര പിടിക്കുന്നില്ല. ആളുകൾ അന്തസ് എന്ന് പറയുന്ന സംഗതി മലയാളികൾക്ക് പ്രധാനമാണ്. നമ്മളെപ്പോഴും പറയാറുള്ള പോലെ എല്ലാവർക്കും ഉണ്ട് കുറച്ച് ജാട മലയാളികൾക്ക്. അതിൻ്റെ കൂടുതൽ ഒരാൾ മാത്രം കൂടുതൽ ജാട കാണിക്കുമ്പോൾ അവരെ പണി നോക്കാൻ പറഞ്ഞതാണ് മലയാളിയുടെ സ്വഭാവം. പിണറായി വിജയൻ നിരന്തരമായി ഇത് കാണിക്കുന്ന പ്രശ്നം ആൾക്കാർക്കുണ്ട്, ആൾക്കാരത് മറന്നു പോവില്ല. ഇപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ പിണറായി വിജയൻ്റെ മകൾ ഒരു അഴിമതി കേസിൽ പെട്ടു. അപ്പോൾ സിഗേഷിന് തോന്നുകയാണ് അത് അഴിമതി കേസാണല്ലോ, എന്നാൽ പിണറായി വിജയനോടൊന്ന് പ്രതിഷേധിച്ചേക്കാം, ഒരു കരിങ്കൊടി കാണിച്ചേക്കാം എന്ന് വിചാരിച്ചാൽ സിഗേഷ് കലാഭവന കേസിലകത്ത് പോകും. അല്ലെങ്കിൽ എന്ത് ചെയ്യും, മുഖ്യമന്ത്രിയെ കൊല്ലാൻ ശ്രമിച്ചു വന്ന കേസിലകത്തിടും, വില കാപ്പയും കളയും. അത് ആളുകൾക്ക് ഉണ്ടാക്കുന്ന ഒരുതരം, അതൊരു ഭയങ്കരമായ സമഗ്രാധിപത്യ സ്വഭാവമുള്ള അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്. അപ്പോൾ അത്തരം ആ അഡ്മിനിസ്ട്രേഷണൽ ഇഷ്യൂസ്, ആ സമീപന പ്രശ്നം ജനങ്ങൾക്ക് സീരിയസ് ആയി എടുക്കും. അതുകൊണ്ടാണ് അതിൻ്റെ പ്രതീകമാണ് പിണറായി വിജയൻ്റെ മുഖം. അത് മാറ്റിയിട്ട് നമുക്ക് വേറെ KK ശൈലജയുടെ പടം വെക്കാമായിരുന്നു എന്ന് എഴുതുന്ന പല ആളുകളെയും കണ്ടു. 6 മണിക്ക് ശേഷം എഴുതി കണ്ടതാണ്. അപ്പോൾ ഈ തോറ്റുപോകുന്നുണ്ടെങ്കിൽ ഒരു ഘടകം അതുമായിരിക്കും, ഒരു സംഗതി ഓവറായിട്ട് പുഷ് ചെയ്യുമ്പോൾ അത് തിരിച്ചടിക്കാനുള്ള സാധ്യത എന്ന് പറയുന്ന സംഗതി ഉണ്ടല്ലോ. അപ്പോൾ അതും അങ്ങനെ എഴുതുന്ന ആൾക്കാരെയും കാണുന്നു. ലെഫ്റ്റിനകത്തെ വിയോജിപ്പോടെ ഇടതുപക്ഷക്കാർ പുതിയ സംഗതികൾ എഴുതുന്നതും കാണുന്നുണ്ട്. പ്രശ്നമുണ്ട്. കഴിഞ്ഞ 2021 ഇതേ പിണറായി വിജയൻ തന്നെയല്ലായിരുന്നു ഈ പാർട്ടിയുടെ സെല്ലിംഗ് പോയിന്റ്. പക്ഷേ ആയിരുന്നു 2021 പ്രളയമുണ്ടായിരുന്നു, കോവിഡ് ഉണ്ടായിരുന്നു. ഈ പിണറായി വിജയൻ അന്നൊരു രക്ഷാകർത്തൃ ബിംബമായിരുന്നു. അദ്ദേഹം പൂച്ചയ്ക്കും നായ്ക്കൾക്കും വരെ നിങ്ങൾ വെള്ളം കൊടുക്കണം, ഉറുമ്പുകൾക്ക് നിങ്ങൾ പഞ്ചസാര ഇട്ട് കൊടുക്കണം എന്ന് പറഞ്ഞ ആളാണ്. അന്ന് നമ്മളൊരു പെരുവഴി നിൽക്കുകയാണ്. സാജുവിൻ്റെ ജീവിതത്തിൽ സാജു ഇങ്ങനെ ഒരു പകർച്ചവ്യാധി കണ്ടിട്ടുണ്ടോ? ഇല്ല. നമ്മുടെ തലമുറ കണ്ടില്ല. സാജുവിൻ്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും സാജു ഇതുപോലെ പ്രളയം കണ്ടിട്ടുണ്ടോ? ഇല്ല. നമുക്കതിനെ നേരിടുകയല്ല വഴിയുണ്ടായിരുന്നില്ല. അതിന് മുന്നിൽ പിണറായി വിജയനായിരുന്നു. തർക്കമില്ല, പിണറായി വിജയൻ്റെ സർക്കാരിൻ്റെ എഫിഷ്യൻസി അതിൽ പ്രധാനമായിരുന്നു. നമുക്കതിൻ്റെ കൂടെ നിൽക്കുകയല്ലാതെ മറ്റു മാർഗ്ഗമുണ്ടായിരുന്നില്ല. എന്ന് മാത്രമല്ല, ഒരു കാര്യത്തിന് ഒരു മുട്ടുണ്ടാവാതിരിക്കാൻ സർക്കാർ ഇടപെട്ടിട്ടുണ്ട്. അന്നത്തെ രക്ഷാകർത്തൃ ബിംബം അല്ല, പിന്നീട് പൂച്ചട്ടി കൊണ്ട് തലക്കടിച്ചിട്ട് അത് രക്ഷാപ്രവർത്തനമാണ്, മാതൃകാപരമാണ് എന്ന് പറഞ്ഞ പിണറായി വിജയനുള്ള പിന്നെ കിട്ടിയ സാധനം എന്നത് പ്രത്യേകം ഓർക്കേണ്ട കാര്യമാണ്. മാസപ്പടി കേസ് അതിന് ശേഷം വന്നതാണ്. അതായത് സഖാക്കൾ തെരുവിൽ തല്ലുകൊള്ളുമ്പോൾ പിണറായി വിജയൻ്റെ മകൾ ഇങ്ങനെ അന്യായമായി പൈസ ഉണ്ടാക്കുകയാണെന്നുള്ള ആക്ഷേപം, അതിന് മറുപടി പറയാൻ കഴിയാത്ത പാർട്ടി. സാഹചര്യം മാറിയല്ലോ. ഏറ്റവും വലിയ പോപ്പുലർ മനുഷ്യൻ തന്നെ ഏറ്റവും കൂടുതൽ അൺപോപ്പുലർ ആവുന്നത് സ്വാഭാവികമാണ് രാഷ്ട്രീയത്തിൽ. അപ്പോൾ ഇതും തിരിച്ചാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ ഇതൊരു പ്രധാനപ്പെട്ട ഘടകമായിരിക്കുമെന്ന് ഞാൻ നേരത്തെ മുതലേ പറയുന്നു, ആയിരിക്കും തോന്നുന്നു.